പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ പ്രഭാതത്തിൽ വീണ്ടും നിങ്ങളോടൊപ്പം അല്പസമയം ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം എനിക്ക് തന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 23 മുതലുള്ള ചില വാക്യങ്ങൾ. അവൻ ഒരു പടകിൽ കയറിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. അവനോ ഉറങ്ങുകയായിരുന്നു. അവർ അടുത്തു ചെന്ന്, കർത്താവെ രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ദൈവവചന ഭാഗമാണിത്. ഹല്ലേലൂയ. കർത്താവായ യേശു ശിഷ്യന്മാരോട് കൂടെ ഹല്ലേലൂയ പടകിൽ ഉണ്ടായിരുന്നപ്പോൾ ഹല്ലേലൂയ ആ കടലിൽ തിരമാലകളും ഹല്ലേലൂയ കൊടുങ്കാറ്റും ആഞ്ഞടിച്ചപ്പോൾ ഹല്ലേലൂയ ശിഷ്യന്മാർക്കറിയാം കൂടെ ഉണ്ടായിരിക്കുന്നവൻ ആരാണെന്ന്. വളരെ വ്യക്തമായിട്ട് അറിയാമെങ്കിൽ പോലും അവരുടെ മനസ്സൊന്ന് പതറി. ഹല്ലേലൂയ. അവർ കിടന്ന് നിലവിളിക്കുവാൻ തുടങ്ങി. എന്നാൽ ഹല്ലേലൂയ ഇതിനെ എല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവാണ് കൂടെയുണ്ടെന്നുള്ള പൂർണ്ണമായൊരു ബോധ്യം അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് അവരപ്രകാരം നിലവിളിക്കുവാനിടയായത്. ഹല്ലേലൂയ. ഒരു വാക്കുകൊണ്ട് സകലത്തെയും ഉളവാക്കിയ ഹല്ലേലൂയ ദൈവത്തിന് ഹല്ലേലൂയ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിന് ഹല്ലേലൂയ ഒരു വാക്കുകൊണ്ട് തന്നെ ഈ കാറ്റിനെയും കടലിനെയും ശാസിക്കുവാൻ കഴിവുള്ള ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ ക്രിസ്തുവാണ് കൂടെ, യേശു ക്രിസ്തുവാണ് കൂടെയുണ്ടെന്നുള്ള ബോധ്യം ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നിന്ന് മാറി നിന്നതുകൊണ്ടാണ് അവർ നിലവിളിക്കുവാനിടയായത്. ഹല്ലേലൂയ. എന്നാൽ യേശുവിന് തന്നെ ഈ ശിഷ്യന്മാരെ കൊടുങ്കാറ്റിൽ നിന്നും പെരുങ്കാറ്റിൽ നിന്നും തിരമാലകളിൽ നിന്നും വിടുവിക്കുവാൻ കഴിയും എന്ന് ഹല്ലേലൂയ അവർക്ക് ആ സമയത്ത് വിശ്വസിക്കുവാൻ സാധിച്ചില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവർ മനസ്സ് പതറിപ്പോയത്. എന്നാൽ കാറ്റിനെയും കടലിനെയും ഹല്ലേലൂയ ഒരു വാക്കുകൊണ്ട് ശാന്തപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ഹല്ലേലൂയ ദൈവത്തിൽ പൂർണ്ണമായി ഹല്ലേലൂയ അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ ഇപ്രകാരം നിലവിളിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുകയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതേപോലെയാണ് നമ്മളുടെയും ജീവിതത്തിൽ കാറ്റുകളും കോളുകളും തിരമാലകളും ഒക്കെ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഈ ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ ഉണ്ട് എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടെ ജീവിച്ചാൽ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാം. ഹല്ലേലൂയ. ഈശാനമൂലൻ ആടിച്ചുയർന്നു, പടകു തകർന്നു തോന്നിയപ്പോൾ നോടിയിൽ ജയം തന്ന രക്ഷകൻ്റെ പാലനമോർത്തു സ്തുതിച്ചിടുക, വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവൻ്റെ നാമം ഉയർത്തിയിടുക. ഹല്ലേലൂയ. ഈ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കാറ്റിനെയും കടലിനെയും ഹല്ലേലൂയ ശാസിച്ച് അടക്കിയ കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസഘട്ടങ്ങളിൽ ആ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.